കൊല്ലം കുണ്ടറയിൽ അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി നാട്ടിലെത്തിച്ചു. പടപ്പക്കര സ്വദേശി അഖിലിനെയാണ് കുണ്ടറ പോലീസ് ശ്രീനഗറിലെത്തി പിടികൂടിയത്. 4.5 മാസമായി പ്രതി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പടപ്പക്കര സ്വദേശികളായ പുഷ്പലതയെയും ആന്റണിയെയും കൊലപ്പെടുത്തിയ പ്രതി അഖിലിനെയാണ് മാസങ്ങൾക്കൊടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് 16-ാം തീയതിയാണ് അഖിൽ തന്റെ അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി കൊലപ്പെടുത്തിയത്. ലഹരിക്കടിമയായിരുന്ന അഖിൽ അമ്മയോട് പണം ആവശ്യപ്പെടുകയും പണം നൽകാത്തതിനെ തുടർന്ന് തർക്കമുണ്ടാകുകയും ചെയ്തു. പിന്നീട് പുഷ്പലതയെ തലക്കടിച്ചും ശ്വാസം മുട്ടിച്ചും അഖിൽ കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മുത്തച്ഛനെയും ക്രൂരമായി പരിക്കേൽപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ ആന്റണി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിന് ശേഷം അഖിൽ ഒളിവിൽ പോകുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന അമ്മയുടെ ഫോൺ വിറ്റു. സ്വന്തം ഫോണും സിമ്മും ഉപേക്ഷിച്ചു. മുമ്പ് പലതവണ ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തിട്ടുള്ള അഖിലിന് പല സ്ഥലങ്ങളും പരിചിതമായിരുന്നു. ആദ്യം പോയത് ഡൽഹിയിലേക്കാണ്. അമ്മയുടെ ATM കാർഡ് ഉപയോഗിച്ച് അവിടെ നിന്ന് പണം പിൻവലിച്ചിരുന്നു. അങ്ങനെയാണ് അഖിൽ ഡൽഹിയിലെത്തിയെന്ന് പോലീസ് മനസ്സിലാക്കിയത്. എന്നാൽ അവിടെ അന്വേഷിച്ചെങ്കിലും അഖിലിനെ കണ്ടെത്താനായില്ല. പിന്നീടാണ് പ്രതി ശ്രീനഗറിലുണ്ടെന്ന് ഒരു മലയാളി വഴി പോലീസിന് വിവരം ലഭിക്കുന്നത്. തുടർന്ന് കുണ്ടറ CI അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെട്ടു. ശ്രീനഗറിലെ ഒരു വീട്ടിൽ ജോലിക്കാരനായി നിൽക്കുകയായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീനഗറിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഡൽഹിയിലെത്തി വിമാനമാർഗമാണ് പ്രതിയെ കേരളത്തിലേക്ക് എത്തിച്ചത്. അറസ്റ്റിലാകുമ്പോഴും പ്രതിക്ക് സ്വന്തം അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയതിൽ ഒരു പശ്ചാത്താപവും ഉണ്ടായിരുന്നില്ല. കുണ്ടറ സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ മറ്റു നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ദിവസങ്ങൾക്കുള്ളിൽ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്നും പോലീസ് അറിയിച്ചു. ജനം, കൊല്ലം.